ഹലോ, നമസ്കാരം. ഇതെന്താ ഇങ്ങനെ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ? ഒന്നുമില്ല. ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണങ്ങൾ രണ്ടാണ്, വഴിയേ പറയാം. അപ്പം പിന്നെ കാര്യങ്ങൾ തുടങ്ങാം അല്ലേ? ഇന്ന് ജനുവരി 5, 2026 തിങ്കളാഴ്ച എല്ലാം കൊണ്ടും നല്ല ദിവസം. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാൽ പിന്നെ ആദ്യത്തെ സീക്രട്ട് ഇപ്പം തന്നെ തീർത്തേക്കാം. എൻ്റെ സന്തോഷത്തിൻ്റെ ആദ്യത്തെ കാരണം എന്നെ ഒരുപാട് ഫ്രണ്ട്സ് വിളിച്ചിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് എന്നെ മറന്നവരും ഞാൻ മറന്നവരും വരെ എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്ന് രാവിലത്തെയും ഫുഡ് വീട്ടിൽ നിന്നായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്ന് കുറച്ച് അധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആദ്യം പോയത് പ്രൈമറി ഹെൽത്ത് സെന്ററിലേക്കാണ് എൻ്റെ കൈ കാണിക്കാൻ. അവിടെ നിന്ന് ഇറങ്ങി വർക്കിനായി പോകുമ്പോഴാണ് വണ്ടിയെക്കുറിച്ച് ഓർമ്മ. അവൻ സത്യത്തിൽ വെള്ളം കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങളായി. ഒടുവിൽ അവനെ വാട്ടർ സർവീസ് ചെയ്തെടുക്കാം എന്ന് തീരുമാനിച്ചു. അവനെ സർവീസ് ചെയ്യാൻ കയറ്റിയിട്ട് എനിക്കൊരു തുള്ളി വെള്ളത്തിനായി ഞാൻ ഒരുപാട് ദാഹിച്ചലഞ്ഞു. ഒടുവിൽ ഞാൻ വെള്ളവുമായി തിരിച്ചെത്തുമ്പോൾ കാണുന്ന കാഴ്ച ദേ ഇതാണ്. ചെക്കൻ അങ്ങനെ സോപ്പിട്ട് കുളിച്ച് നിൽക്കുകയാണ്. ഒടുവിൽ അവനെ കൈമ കിട്ടി. പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. പിന്നെ ജോലിയുടെ ആവശ്യത്തിനായി നേരെ മലപ്പുറത്തേക്ക്. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയതും നേരെ പോയത് SM സ്ട്രീറ്റിലേക്കാണ്. ഇന്നലെ ഞാൻ ഇറങ്ങിയ ആവശ്യത്തിന് വേണ്ടി. എനിക്ക് ഡയറി എഴുതുന്ന സൂക്കേടുണ്ട്. അതിലേക്കായി ഒരു ഡയറി ഒപ്പിക്കലാണ് ആദ്യത്തെ പണി. കൂടാതെ 2 ബുക്കുകൾ വേറെയും വേണം. ഒരുപാട് എണ്ണത്തിൽ കണ്ണുടക്കുന്നുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ കൂടെ വരില്ലെന്ന് മനസ്സിലായി. ഒരുപാട് നേരത്തെ തിരച്ചിലിന് ശേഷം ഞാൻ ഉറപ്പിച്ചു, ദാ ഇവരൊക്കെയാണ് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നത്. അവിടുന്ന് ഞാൻ നേരെ പോയത് ഹൈലൈറ്റ് മാളിലേക്കാണ്. ഹൈലൈറ്റ് മാളിലെ മാസ്റ്റർ ഗാർഡ് എന്ന സ്ഥാപനത്തിലേക്ക്. അവിടേക്കാണ് എൻ്റെ രണ്ടാമത്തെ സന്തോഷവുമായി അദ്ദേഹത്തിൻ്റെ വരവ്. കാരണം വേറെ ഒന്നുമല്ല, മധുരയാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കാണുന്നത് ഇന്നായിരുന്നു. ആ യാത്രയുടെ കണക്കുകൂട്ടലുകളാണ് ആ മുഖത്ത് കാണുന്നത്. അങ്ങനെ ഒടുവിൽ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും നല്ല ഇരുട്ടായിരുന്നു. ഞാനങ്ങനെ ആ ഇരുട്ടിലൂടെ വീട്ടിലേക്ക്. അപ്പോഴാണ് വീട്ടിലേക്കുള്ള സാധനം വാങ്ങാൻ അമ്മ വിളിച്ചു പറയുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ അതും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. കൈ നനയ്ക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കുളിക്കുന്നത്. അങ്ങനെ കുളിയും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചിട്ടാണ് ഞാൻ ഡയറി എഴുതാൻ ഇരിക്കുന്നത്. അങ്ങനെ ഒടുവിൽ ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ എനിക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും നന്ദിയുണ്ടേ.